വഖഫ് ഭേദഗതി ബില്ല് ജാതീയപരമായി വോട്ട് ബാങ്കിന് വേണ്ടി ഉപയോഗപ്പെടുത്തുവാൻ ശ്രമിക്കുകയാണ് NDA എന്ന വാദം പ്രതിപക്ഷ പാർട്ടി ഒന്നടങ്കം ഉന്നയിക്കുകയാണ്. പ്രധാനമായും ക്രൈസ്തവ സമൂഹത്തെ ഒപ്പം നിർത്തിക്കൊണ്ട് കേരളത്തിൽ വിജയിച്ചു വരണമെങ്കിൽ ന്യൂനപക്ഷങ്ങളിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കമ്മ്യൂണിറ്റിയായ ക്രൈസ്തവ സമുദായത്തിൻ്റെ പിന്തുണ വേണമെന്ന ബോധ്യമുള്ള NDA കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായിട്ടാണ് വഖഫ് ഭേദഗതി ബില്ലിന് വേണ്ടിയിട്ടുള്ള മുറവിളി കൂട്ടുന്നതെന്നും, കൂടാതെ കേരളത്തിന് പുറത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ മുസ്ലിം വിരുദ്ധമാർന്ന നിലപാടുകൾ സ്വീകരിച്ച് മുൻപോട്ട് പോകുന്ന NDAക്ക് കുറച്ചുകൂടി ആഴത്തിൽ വേരിറക്കുവാൻ വേണ്ടിയുള്ള ഒരു നടപടിയുടെ ഭാഗമായി കൂടിയാണ് വഖഫ് ഭേദഗതി ബില്ല് അന്യായമായി പാസ്സാക്കുവാൻ വേണ്ടി ഉള്ള എല്ലാ നടപടികളും സ്വീകരിച്ച് മുൻപോട്ട് പോകുന്നത് എന്ന പ്രതിപക്ഷം ഉന്നയിക്കുമ്പോൾ, ഇവിടെ പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും ഒരുപോലെ സ്വീകാര്യമാകുന്ന തരത്തിലേക്കുള്ള ഒരു പ്രസംഗം കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ഉണ്ടാവുകയുണ്ടായി. അത് മറ്റാരുടെയുമല്ല, കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാണി എന്ന രാഷ്ട്രീയ പ്രവർത്തകന്റെ മകനായ ജോസ് കെ മാണിയുടെ പ്രസംഗമാണ് ശ്രദ്ധേയമായത്. രാഷ്ട്രീയ ജീവിതത്തിലുടനീളം വിഷയങ്ങളുടെ മെറിറ്റ് പരിഗണിച്ചും നിലപാടുകൾ സ്വീകരിക്കുക, അതിൽ രാഷ്ട്രീയ ലാഭം ലവലേശം പ്രതീക്ഷിക്കാതെ ഇരിക്കുക. കേരള കോൺഗ്രസ് ചെയർമാൻ ജോസഫ് കെ മാണി MP നിലപാടാണിത്. ആ നിലപാടുകളെ വ്യക്തിവിരോധത്തിൻ്റെയും കുശുമ്പിൻ്റെയും അസൂയയുടെയും അടിസ്ഥാനത്തിൽ മാത്രം വിലയിരുത്തി ആക്ഷേപങ്ങളുമായി ജോസ് കെ മാണിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ സ്ഥിരമായി രംഗത്ത് വരുന്നവരുണ്ട്. അവരെ കൊണ്ടുപോലും വരും ദിവസങ്ങളിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ രാഷ്ട്രീയ നിലപാട് അംഗീകരിപ്പിച്ചെടുക്കാൻ ജോസ് കെ മാണിയുടെ രാജ്യസഭയിലെ നിലപാടുകൾക്കാകും. കേരളത്തിൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വഖഫ് ബില്ലുമായി ചേർത്ത് വെച്ചുള്ളതായിരുന്നു, പ്രത്യേകിച്ചും കേരള കോൺഗ്രസ് എമ്മിൻ്റെ നിലപാട്. ജോസ് കെ മാണി ചർച്ചയിൽ പങ്കെടുത്ത് എന്തു പറയുമെന്നുള്ളതും രാജ്യസഭയിൽ എന്ത് നിലപാടെടുക്കുമെന്നതും കേരളം ശ്രദ്ധിച്ച പ്രധാന രാഷ്ട്രീയ വിഷയമായിരുന്നു. രാവിലെ മുതൽ മാധ്യമങ്ങൾ കേരള കോൺഗ്രസ് എമ്മിൻ്റെ നിലപാട് ചർച്ചയാക്കി. ഉച്ചയ്ക്ക് 1 മണിയോടെ രാജ്യസഭയിൽ വഖഫ് ബില്ല് അവതരിപ്പിച്ചപ്പോൾ ഇടതു വലത് BJP മുന്നണി വ്യത്യാസമില്ലാതെ കേരളത്തിൽ എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരുന്നതും ജോസ് കെ മാണിയുടെ പ്രസംഗമായിരുന്നു. വഖഫ് ഭേദഗതി ബില്ലിനെ നഖശികാന്തം എതിർക്കണമെന്ന ആഴ്ചകളായുള്ള സമ്മർദ്ദം ഇന്ത്യ മുന്നണി അടക്കം വിവിധ കോണുകളിൽ നിന്നും ഉയർന്നപ്പോഴും വിഷയത്തിന്റെ മെറിറ്റ് പരിഗണിച്ചാണ് പ്രതിപക്ഷത്തു നിന്നും ഒരു വേറിട്ട ശബ്ദമായി ജോസ് കെ മാണി നിലപാട് സ്വീകരിച്ചത്. ഉപരിവിപ്ലവമായ വികാര പ്രകടനങ്ങളല്ല, പൊതുസമൂഹത്തിലും രാജ്യത്തിനും ഗുണകരമാകുന്ന റിസൾട്ടുകളാകണം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നിലപാടുകളായും സമീപനങ്ങളായും സ്വീകരിക്കേണ്ടത് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായിരുന്നു വഖഫ് ബിൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടുള്ള ജോസ് കെ മാണിയുടെ വാക്കുകൾ. ലോകത്തിലെ ഏറ്റവും മാതൃകാപരമായ ഭരണഘടനയാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. നിയമവ്യവസ്ഥയുടെ മഹത്വവും നീതിന്യായ നിർവഹണത്തിൻ്റെ സുതാര്യതയും ലോകത്തോട് വിളംബരം ചെയ്യുന്ന മാതൃകാപരമായ ഭരണഘടനയാണ് ഇന്ത്യയിൽ പുലരുന്നതെന്ന് ജോസ് കെ മാണി രാജ്യസഭയിൽ ചർച്ചയിൽ പറഞ്ഞു. ഈ ഭരണഘടന നിലനിൽക്കുന്ന രാജ്യത്ത് ഒരു പൗരന് നീതിക്കു വേണ്ടി നിയമവ്യവസ്ഥയും കോടതികളെയും സമീപിക്കാൻ കഴിയില്ല എന്നൊരു സാഹചര്യം നിലനിൽക്കുന്നു. അതുണ്ടെങ്കിൽ അത് പൊളിച്ചടുക്കിയേ മതിയാകും. അതൊരു ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് ഭൂഷണമല്ല. കാട്ടുനീതി പുലരുന്ന ഇടമാണ് ഭരണഘടന നിലനിൽക്കുന്ന ഈ രാജ്യമെന്ന അപഖ്യാതി നമ്മുടെ രാജ്യത്തിന്മേൽ വന്ന് ഭവിക്കാൻ പാടില്ല. തൻ്റെ കൈവശമിരിക്കുന്ന ഭൂമിയിലോ സ്വത്തുക്കളിലോ വഖഫ് ബോർഡ് സമാന സ്വഭാവത്തിലുള്ള ഇതര സംവിധാനങ്ങളോ അവകാശവാദം ഉന്നയിച്ചാൽ അതിനെ നിയമപരമായി ചോദ്യം ചെയ്ത് കോടതികളെ സമീപിക്കാൻ വ്യക്തിക്കോ ഒരു കൂട്ടം വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ സംഘടനകൾക്കോ കഴിയില്ല എന്നത് ഇന്ത്യ പോലെ ഭരണഘടനാധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ഒരു പരിഷ്കൃത ജനാധിപത്യ സമൂഹത്തിന് ഒട്ടും ഭൂഷണമല്ലെന്ന് അദ്ദേഹം പറഞ്ഞതിനെ ഭരണകക്ഷി ബെഞ്ചുകൾ കയ്യടിയോടുകൂടി സ്വീകരിച്ചു. ഈ ദുർസ്ഥിതിയെ മറികടക്കാൻ പാർലമെന്റിൽ അവതരിപ്പിച്ച വഖഫ് ഭേദഗതി നിയമത്തിൽ ചട്ടം ഉൾപ്പെടുത്തിയപ്പോൾ അതിനെ ജോസ് കെ മാണി സ്വാഗതം ചെയ്തത് കേവലം ഒരു വിഭാഗത്തിന്റെ മാത്രം പ്രീണനം എന്ന രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ അല്ലായിരുന്നു. കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച വഖഫ് ഭേദഗതി ബില്ലിൽ വഖഫ് ബോർഡിലേക്ക് ഇതര മതസ്ഥരെ തിരികെ കയറ്റുവാനുള്ള നിർദ്ദേശം മതന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്കുമേലുള്ള കൈകടത്തലാണെന്നത് ജോസ് കെ മാണിയുടെ നിലപാട് പ്രഖ്യാപനത്തെ പ്രതിപക്ഷ നിര കയ്യടിയോടുകൂടി സ്വീകരിച്ചു. ദേവസ്വം ബോർഡുകളിലേക്കും ക്രിസ്ത്യൻ മത സ്ഥാപനങ്ങളുടെ നടത്തിപ്പിന് ചുമതലകളിലേക്കും അന്യമതസ്ഥരെ തിരികെ കയറ്റുവാനുള്ള ശ്രമങ്ങൾ നാളുകളിൽ ഉണ്ടാകും എന്നതിൻ്റെ മുന്നറിയിപ്പ് കൂടിയായിരുന്നു ജോസ് കെ മാണിയുടെ ആ ചൂണ്ടിക്കാട്ടൽ. മതന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളിലേക്ക് കൈകടത്തുവാനുള്ള ഭരണകൂട താൽപ്പര്യങ്ങളുടെ ഗൂഢാദ്വേഷം രാജ്യത്തോട് പാർലമെന്റിൽ ഉറക്കെ വിളിച്ചു പറയാൻ ഇന്ത്യയിലെ ഒരു പ്രാദേശിക പാർട്ടിയുടെ നേതാവിനായി എന്നത് ശ്രദ്ധേയമായി മാറി. മുനമ്പം വിഷയത്തിൽ മുൻ നിലപാടുകളുടെ ആവർത്തനമായിരുന്നു ഇന്നലെ ജോസ് കെ മാണിയുടെ വാക്കുകളായി രാജ്യസഭയിൽ മുഴങ്ങിയത്. KCBCയും CBCIയും ഉന്നയിച്ച ആശയങ്ങൾക്കും നിലപാടുകൾക്കും ഒപ്പമാണ് കേരള കോൺഗ്രസ് M എന്ന ആർജവത്തോടുകൂടിയുള്ള പ്രഖ്യാപനം രാഷ്ട്രീയ എതിരാളികളുടെ പോലും കയ്യടി വാങ്ങി. വഖഫ് ഭേദഗതി ബില്ലിന് മുൻകാല പ്രാബല്യമില്ലെങ്കിൽ അതെങ്ങനെ മുനമ്പം നിവാസികൾക്ക് പ്രയോജനകരമാകുമെന്ന് ബിൽ അവതരിപ്പിച്ച കേന്ദ്രമന്ത്രി വ്യക്തമാക്കണമെന്ന ജോസ് കെ മാണിയുടെ ആവർത്തിച്ചുള്ള ആവശ്യം ശ്രദ്ധേയമായി മാറി.
വഖഫ് ഭേദഗതി ബില്ലിന് മുൻകാല പ്രാബല്യം ഉണ്ടെങ്കിൽ മാത്രമേ മുനമ്പം നിവാസികൾക്ക് ഗുണകരമാകൂ എന്ന ജോസ് കെ മാണിയുടെ നിലപാടിന്റെ ആവർത്തനത്തിലൂടെ രാജ്യസഭയിൽ വെളിവായത് ഒരു രാഷ്ട്രീയ നേതാവിന്റെ വിഷയാധിഷ്ഠിത സത്യസന്ധതയായിരുന്നു. ഏത് തരത്തിലായിരിക്കും ജോസ് കെ മാണി വഖഫ് ഭേദഗതി ബില്ലിനെ രാജ്യസഭയിൽ ഉന്നയിക്കുക എന്നത് മാധ്യമങ്ങളും എല്ലാ പാർട്ടികളും വളരെ ശ്രദ്ധയോടുകൂടി കാത്തിരുന്ന ഒരു വിഷയമായിരുന്നു. എന്നാൽ വളരെ തന്ത്രപരമായി, വളരെ കൃത്യമായി രാഷ്ട്രീയ നിലപാടുകൾ രാജ്യസഭയ്ക്കുള്ളിൽ ഉറക്കം മുഴകി കേൾക്കുന്ന തരത്തിൽ തന്നെ ജോസ് കെ മാണി ഓരോന്നും വെട്ടിത്തുറന്ന് തന്നെ പറഞ്ഞു.